ഹായ് ഹലോ ഓൾ. നമ്മൾ S5 അമേരിക്കൻ ലിറ്ററേച്ചർ പേപ്പറിലെ ഫസ്റ്റ് ടോപ്പിക്കാണ്, ഫസ്റ്റ് മൊഡ്യൂളിലെ തിയറി പോർഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അബൌട്ട് പോയട്രി. അപ്പോൾ പോയട്രിയിലെ ട്രാൻസെൻഡൻറ്റിസം, ഫയർ സൈഡ് പോയിറ്റ്സ്, ഇമേജിസം, ഹാർലം റിനസൻസ് എന്താണ്, കൺഫെഷണൽ പോയട്രി എന്താണ്, ഇത്രയും പോയിന്റ്സ് ആണെങ്കിൽ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഓഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അമേരിക്കൻ ലിറ്ററേച്ചർ ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് S5 DSE പേപ്പറാണ്. സോ നമ്മൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ സെമ്മിൽ S4 സെലക്ഷൻസ് ഫ്രം അമേരിക്കൻ ലിറ്ററേച്ചർ എന്നുള്ള പേപ്പർ പഠിച്ചവർക്കറിയാം. ഈ ഒരു സിലബസിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു 7 ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് സെലക്ഷൻസ് ഫ്രം അമേരിക്കൻ ലിറ്ററേച്ചർ എന്നുള്ള S4 പേപ്പറിനകത്ത്. അപ്പം ആ 7 ടോപ്പിക്സും ഞാൻ വീണ്ടും ഈ പ്ലേലിസ്റ്റിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ച ആ 7 എണ്ണം ഇപ്രാവശ്യവും നമ്മുടെ ഈ ഒരു സിലബസിനകത്ത് വന്നിട്ടുണ്ട്. സോ ആ 7 എണ്ണം ഞാൻ ഇപ്രാവശ്യം ഈ പ്ലേലിസ്റ്റിനകത്തും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റെപ്പറ്റീഷൻ പോലെ വരും. അപ്പോൾ ഞാൻ പക്ഷേ തമ്പനെയിൽ ഡിഫറൻ്റ് ആയിരിക്കും. തമ്പനെയിലിനകത്തും S4 DSE S4 എന്ന് പറഞ്ഞിട്ടായിരിക്കും ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ പഴയ ഓഡിയോസ് തന്നെയാണല്ലോ എടുത്തിട്ടിരിക്കുന്നത്. സോ അതിൽ മിസ്റ്റേക്ക് ഒന്നും പറ്റിയതല്ല. കഴിഞ്ഞ സെമ്മിൽ നമ്മൾ പഠിച്ച ടോപ്പിക്സ് തന്നെ ഓൾറെഡി ഈ ഒരു സിലബസിനകത്തും S5 ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് അത് തന്നെ ഞാൻ ഈ ഒരു പ്ലേലിസ്റ്റിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഓൾറെഡി 7 വർക്ക്സ് നമ്മൾ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പുതിയതായിട്ട് പഠിക്കാനുള്ളതാണ് നമ്മൾ ഓഡിയോസിനകത്ത് ഇടുന്നത്. ഈ പേപ്പറിൻ്റെ ഈ ഒരു അമേരിക്കൻ ലിറ്ററേച്ചർ പേപ്പർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നോട്ട്സ് ഞാൻ അവൈലബിൾ ആക്കും കേട്ടോ. പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നോട്ട്സ് അവൈലബിൾ ആയിരിക്കുമേ. അപ്പോൾ ഞാൻ എൻ്റെ മെയിൽ ID കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം. നിങ്ങൾ മെസ്സേജ് അയച്ചിരുന്നാൽ മതി, ഞാൻ മെയിലായിട്ട് നോട്ട്സ് സെൻഡ് ചെയ്തേക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മൊഡ്യൂൾ 1 ടോപ്പിക്സ് നമുക്ക് നോക്കാം പോയട്രിയിൽ. അപ്പോൾ മൊഡ്യൂൾ 1 ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ട്രാൻസെൻഡൻറ്റലിസമാണ്. സോ ട്രാൻസെൻഡൻറ്റലിസം എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ഫിലോസഫിക്കൽ, ലിറ്റററി അല്ലെങ്കിൽ സോഷ്യൽ മൂവ്മെൻ്റ് ആണ്. ന്യൂ ഇംഗ്ലണ്ട് എന്നുള്ള സ്ഥലത്താണ് ഇത് എമേർജ് ചെയ്തിരിക്കുന്നത്. ഏർലി 19th സെഞ്ച്വറിയിലാണ് ട്രാൻസെൻഡൻറ്റലിസം എന്നുള്ള ഈ ഒരു മൂവ്മെൻറ്റ് ഹാപ്പൻ ചെയ്തത്. അപ്പോൾ അത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ദ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫ്രം 1830 to 1855. അപ്പോൾ അതെന്തിനാണ് ഈ ഒരു മൂവ്മെൻറ്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭയങ്കര റിജിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള റിലീജിയസ് ഡോക്ട്രിൻസിനെതിരെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷനെതിരെ, മെറ്റീരിയലിസത്തിനെതിരെയൊക്കെ കൊണ്ടുവന്ന ഒരു മൂവ്മെൻറ്റാണ് ട്രാൻസെൻഡൻറ്റലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസെൻഡൻറ്റലിസം ഫോളോ ചെയ്യുന്ന ആളുകളെ ട്രാൻസെൻഡൻറ്റലിസ്റ്റ് അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബിലീവ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ട്രൂത്ത് എന്ന് പറയുന്നത് നമുക്ക് ലോജിക്കിലൂടെയോ അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള റീസണിങ്ങിലൂടെയോ നമുക്ക് ട്രൂത്തിലോട്ട് എത്തിച്ചേരാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ ട്രൂത്തിനെ നമുക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റുകയില്ല. പകരം നമ്മൾ എങ്ങനെയാണ് നമ്മൾ സത്യത്തെ മനസ്സിലാക്കുന്നത്? ഇൻറ്റ്യൂഷനിലൂടെ, നമ്മുടെ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിലൂടെ, അല്ലെങ്കിൽ നേച്ചറുമായിട്ടുള്ള ഒരു യൂണിയനിലൂടെ അല്ലെങ്കിൽ കമ്മ്യൂണിയനിലൂടെ മാത്രമേ നമുക്ക് ട്രൂത്തിനെ ഡിസ്കവർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ദിസ് ഈസ് എ ബേസിക് ഐഡിയ ഓഫ് ട്രാൻസെൻഡൻറ്റലിസം, അല്ലെങ്കിൽ ദിസ് ഈസ് വാട്ട് ട്രാൻസെൻഡൻറ്റലിസ്റ്റ് ബിലീവ്സ് ഇൻ. ഓക്കെ, അപ്പോൾ നേച്ചർ എന്താണ്? ട്രാൻസെൻഡൻറ്റലിസം നേച്ചറിനാണ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ മൈൻഡിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ അവർ കൊടുക്കുന്നത്. അപ്പോൾ നേച്ചർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഡിവൈൻ സ്പിരിറ്റിൻ്റെ ഒരു വിസിബിൾ ആയിട്ടുള്ളൊരു ഫോമാണ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനാണ് നേച്ചർ. അതായത് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് ഇൻഹെറൻ്റ്ലി അവർ ഗുഡാണ്. ആൻഡ് എല്ലാ ഇൻഡിവിജ്വൽസിനും ഈ ഒരു സ്പിരിച്വൽ ട്രൂത്ത് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് അവർക്ക് ആ എബിലിറ്റി ഉണ്ട്. അതായത് വേറെ ഒരു കാര്യത്തിനെയും അവർ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. റിലിജനെ ആണെങ്കിലും സൂപ്പർസ്റ്റിഷൻസിനെ ആണെങ്കിലും അവർ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി വെൻ ഹ്യൂമൻ ബീയിങ്സ് ആർ ബോൺ, ദേ ആർ ബോൺ ഇൻഹെറൻ്റ്ലി വിത്ത് എന്താണ്? ആ ഒരു എബിലിറ്റിയോട് കൂടിയാണ് നമ്മൾ ബോൺ ചെയ്യുന്നത്. എന്ത് മനസ്സിലാക്കാനുള്ള എബിലിറ്റി? സ്പിരിച്വൽ ട്രൂത്ത് ഡിസ്കവർ ചെയ്യാനുള്ള എബിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ ബോൺ ചെയ്യുന്നത്, അതായത് നമ്മൾ ജനിക്കുന്നത്. സോ വി ഡോണ്ട് നീഡ് എനി ഹെൽപ്പ് ഫ്രം അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ എനി അതർ വിത്ത് ഹെൽപ്പ് ഓഫ് എനി അതർ റിലിജൻസിൻ്റെ ഒരു ഹെൽപ്പും വേണ്ട, വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഹെൽപ്പ് വേണ്ട, സൂപ്പർസ്റ്റിഷൻസിൻ്റെയും ഹെൽപ്പ് വേണ്ട. സ്പിരിച്വൽ ട്രൂത്ത് മനസ്സിലാക്കാൻ നമുക്ക് നമ്മുടെ മനസ്സ് മാത്രം മതി. അപ്പോൾ നേച്ചറിനും ഹ്യൂമൻ മൈൻഡിനുമാണ് നമ്മൾ ഇമ്പോർട്ടൻസ് ട്രാൻസെൻഡൻറ്റലിസം എന്നുള്ള മൂവ്മെൻറ്റിൽ കൊടുക്കുന്നത്. മേജർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആ ഒരു ഗുഡ്നെസ്സിൽ അല്ലെങ്കിൽ ഇൻറ്റ്യൂഷനിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. നേച്ചർ എന്ന് പറയുന്നതാണ് സ്പിരിച്വൽ ട്രൂത്തിൻ്റെയും വിസ്ഡത്തിൻ്റെയും ഒരു സോഴ്സ് എന്ന് പറയുന്നത്. സെൽഫ് റിലയൻസ്, അതായത് നമ്മൾ സ്വയം നമ്മളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുക. സെൽഫ് റിലയൻസിനും ഇൻഡിവിജ്വലിസത്തിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെന്താണ്? റീസണിൻ്റെ പുറകെയോ ലോജിക്കിൻ്റെ പുറകെയോ ഒന്നും നമ്മൾ പോകരുത്. ലൈഫിനെ, സിംപ്ലിസിറ്റി ഓഫ് ലൈഫിനെ വിശ്വസിച്ച് ജീവിക്കുക എന്നൊക്കെയുള്ളതാണ് എന്തിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ട്രാൻസെൻഡൻറ്റലിസത്തിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്.
ഇനി നമുക്ക് നോക്കാൻ പോകുന്ന അതിനകത്തുള്ള കുറച്ച് റൈറ്റേഴ്സിൻ്റെ കാര്യമാണ്. അതായത് ട്രാൻസെൻഡലിസം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള റൈറ്റേഴ്സിൻ്റെ കാര്യം കൂടി നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ മെയിൻലി ട്രാൻസെൻഡലിസത്തിനകത്ത് വരുന്ന മൂവ്മെൻറ്റ്സ് എന്നല്ലെങ്കിൽ ട്രാൻസെൻഡലിസ്റ്റുകൾ എന്ന് പറയുന്ന റൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്നത് റാൽഫ് വാൾഡോ എമേഴ്സൺ ആണ്. നമുക്ക് എമേഴ്സൻ്റെ പൂവൊക്കെ പഠിക്കാനുണ്ട്. എമേഴ്സൺ എന്ന് പറയുന്നത് ഫാദർ ഓഫ് അമേരിക്കൻ ട്രാൻസെൻഡലിസം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് ഭയങ്കര ഫിലോസഫിക്കൽ ആൻഡ് ഇൻസ്പിറേഷണലാണ്. അദ്ദേഹത്തിൻ്റെ എസ്സേകളിൽ അല്ലെങ്കിൽ റൈറ്റിങ്സിൽ നമുക്ക് നാച്ചുറൽ ഇമേജറിയാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത്. ഭയങ്കര ഷോർട്ടായിട്ടുള്ള മെമ്മറബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അദ്ദേഹത്തിൻ്റെ എസ്സേകളിൽ കാണാൻ സാധിക്കുന്നു. ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള റൈറ്റിംഗ് ആണ്. ചുമ്മാ കഥ പറഞ്ഞു പോകുന്നതല്ല. ഇറ്റ് ഇസ് നോട്ട് ഹിസ് സ്റ്റൈൽ. അദ്ദേഹം റീഡേഴ്സിനെ മെഡിറ്റേഷനിലൂടെ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റിലൂടെ റീഡേഴ്സിനെ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് എഴുതുന്ന ഒരു ശൈലിയാണ് ആരുടേത്? റാൽഫ് വാൽഡോ എമേഴ്സൻ്റേത്. മേജർ തീംസ് എന്ന് പറയുന്നത് സെൽഫ് റിലയൻസ് ഉണ്ട്, ഇൻഡിവിജ്വൽ ഫ്രീഡം, നേച്ചർ, സ്പിരിച്വൽ ഗ്രോത്ത്, ഹ്യൂമൻ പൊട്ടൻഷ്യൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മേജർ തീമുകളായിട്ട് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ വരുന്നത്. സെൽഫ് റിലയൻസ് എന്നുള്ളൊരു എസ്സേ കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അത് മറന്നു പോകരുത്. അനദർ ഇമ്പോർട്ടൻറ്റ് എസ്സേ എന്ന് പറയുന്നത് നേച്ചർ എന്ന് പറഞ്ഞൊരു വർക്കുണ്ട്. പിന്നെ ഓവർ സോൾ എന്നുള്ളൊരു വർക്കും കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇത് മൂന്നെണ്ണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എസ്സേ ആയിട്ടുള്ള നേച്ചർ എന്നുള്ളതാണ് നമ്മുടെ ട്രാൻസെൻഡലിസം എന്നുള്ള മൂവ്മെൻറ്റിൻ്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. സെൽഫ് റിലയൻസ് എന്നുള്ള എസ്സേയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് റിലയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഇൻഡിവിജ്വൽസ് സെൽഫിനെ ഡിപ്പെൻഡ് ചെയ്യുക, റിലൈ ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക. ഇൻഡിവിജ്വൽസിന് അവരുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്ത് പോവുക അല്ലെങ്കിൽ ജീവിക്കുക. ഓക്കെ, ഇനി അടുത്ത ട്രാൻസെൻഡലിസ്റ്റ് ആരാണെന്ന് വെച്ചാൽ ഹെൻറി ഡേവിഡ് തോറോ ആണ്. അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എമേഴ്സൻ്റെ ഫിലോസഫിയെ പ്രാക്ടിക്കലാക്കി മാറ്റിയത് തോറോ ആണ്. അപ്പോൾ ഈ ഒരു റൈറ്റർ വളരെ സിമ്പിളായിട്ടാണ് എഴുതുന്നത്. ഭയങ്കര ഒബ്സർവേഷണൽ റൈറ്റിംഗ് ആണ്. ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻസും ഫിലോസഫിയും എൻവയോൺമെൻറ്റൽ റൈറ്റിങ്സും ഒക്കെ കൂടിക്കലർന്നാണ് ഇദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് എന്ന് പറയുന്നത്. നേച്ചറിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ക്രൈബ് ചെയ്യും. സിംപ്ലിസിറ്റി, നേച്ചർ, ഫ്രീഡം, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്തും തീമായിട്ട് വരുന്നത്. തോറോയുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വർക്ക് എന്ന് പറയുന്നത് വാൾഡനും WALDEN വാൾഡനും സിവിൽ ഡിസൊബീഡിയൻസും കൂടിയാണ് കേട്ടോ. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ എസ്സേ ആയിട്ടുള്ള സിവിൽ ഡിസൊബീഡിയൻസ് മഹാത്മാഗാന്ധിയിൽ നിന്നും മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് ഇദ്ദേഹം എഴുതിയ ഒരു വർക്കാണ്. നെക്സ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത് മാർഗരറ്റ് ഫുള്ളർ എന്ന് പറഞ്ഞൊരു റൈറ്ററും കൂടിയുണ്ട്. ട്രാൻസെൻഡലിസത്തിനകത്ത് വരുന്നൊരു റൈറ്ററാണ്. അപ്പോൾ അവരെന്ന് പറയുന്നത് ഫീമെയിൽ റൈറ്ററാണ്. ട്രാൻസെൻഡലിസം എന്നുള്ള മൂവ്മെൻറ്റിലെ ഫീമെയിൽ വോയിസ് ആയിരുന്നു മാർഗരറ്റ് ഫുള്ളർ. അതിനകത്ത് ഫിലോസഫിക്കലായിട്ട് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ എഴുതുന്നത്. ഒരു ഫീമെയിൽ റൈറ്റർ ആയതുകൊണ്ട് തന്നെ ഷീ അഡ്വക്കേറ്റഡ് ഫോർ വിമൻസ് എഡ്യൂക്കേഷൻ, ഇക്വാളിറ്റി, ഇൻ്റലക്ച്വൽ ഫ്രീഡം, ഇതൊക്കെയാണ് അവരുടെ വർക്ക്സിനകത്ത് കാണുന്നത്. അവരുടെ മേജർ വർക്ക് എന്ന് പറയുന്നത് വുമൺ ഇൻ ദി 19th സെഞ്ച്വറിയാണ്. ഓക്കെ, അമേരിക്കൻ ലിറ്ററേച്ചറിലെ ഏർലിയസ്റ്റ് ഫെമിനിസ്റ്റ് റൈറ്റർ എന്ന് നമുക്ക് മാർഗരറ്റ് ഫുള്ളറിനെ പറയാൻ സാധിക്കും. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോവുകയാണ്. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഫയർ സൈഡ് പോയറ്റ്സ്. ഫയർ സൈഡ് പോയറ്റ്സ് എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് 19th സെഞ്ച്വറി അമേരിക്കൻ പോയറ്റ്സ്. അവരുടെ കവിതകളിനകത്തെല്ലാം അല്ലെങ്കിൽ അവരുടെ കവിതകൾ ഭയങ്കര മ്യൂസിക്കൽ റിതമും മോറൽ വാല്യൂസും സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലും എഴുതിയിരുന്നവയായിരുന്നു. അപ്പോൾ ഈ ഫയർ സൈഡ് എന്നുള്ള പേര് വരാൻ കാരണമെന്ന് വെച്ചാൽ വീടുകളിൽ ഈ ഫയർ സൈഡ് പോയറ്റ്സിൻ്റെ കവിതകൾ ഈ ഒരു റിതമും ഭയങ്കര സിമ്പിളായതുകൊണ്ടും മോറൽ വാല്യൂസിനെ പഠിപ്പിക്കുന്നതായതുകൊണ്ടും വീടുകളിലൊക്കെ ഈ കവിതകൾ ഉറക്കെ വായിച്ച് കുട്ടികളും എൽഡേഴ്സും കേൾക്കുമായിരുന്നു. അതായത് ഫയർ സൈഡിൻ്റെ അടുത്തിരുന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കേൾക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന കവിതകളാണ് ഫയർ സൈഡ് പോംസ് എന്ന് പറയുന്നത്. സോ ഇവരുടെ പോയത്തിനകത്ത് പേട്രിയോട്ടിസം, ഫാമിലി വാല്യൂസ്, ക്രിസ്ത്യാനിറ്റി, നാഷണൽ ഐഡൻറ്റിറ്റി പോലുള്ള വാല്യൂസിനെയായിരുന്നു ഇവർ കൂടുതലും എഴുതിയിരുന്നത് അല്ലെങ്കിൽ തീമായിട്ട് വന്നുകൊണ്ടിരുന്നത്. സോ അതുകൊണ്ട് തന്നെ എൽഡേഴ്സ് ആൻഡ് ചിൽഡ്രൻ എന്ന് പറയുന്ന അവർ കൂടുതൽ എൻജോയ് ചെയ്തിരുന്നു. അപ്പോൾ അവരവരുടെ വീടുകളിലെ ആ ഒരു വാംത്തിലിരുന്ന് ഫയർ സൈഡിൻ്റെ സൈഡിലിരുന്ന് ഈ കവിതകൾ ഇവർ വായിച്ചിരുന്നു, ആളുകൾ വായിച്ചിരുന്നു, റീഡേഴ്സ്. അങ്ങനെ പോപ്പുലർ ആയതുകൊണ്ടാണ് ഇവരെ ഫയർ സൈഡ് പോയറ്റ്സ് അല്ലെങ്കിൽ ഫയർ സൈഡ് പോംസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള പൊയറ്റിക് ഫോമും ഭയങ്കര റെഗുലർ ആയിട്ടുള്ള റൈം സ്കീമും ഒക്കെ ആയിരുന്നു ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റേവരുടെ കണക്കല്ലായിരുന്നു, ട്രാൻസെൻഡലിസ്റ്റ് പോയറ്റ്സിൻ്റെ കണക്കല്ലായിരുന്നു. റെഗുലർ റൈമും മീറ്ററും ഉണ്ട് കവിതകൾക്ക്. പേട്രിയോട്ടിസം, മൊറാലിറ്റി, റിലീജിയസ് ഫെയ്ത്തിനെ കുറിച്ചും ഈസി ആയിട്ട് മെമ്മറബിൾ ആയിട്ടുള്ള ലാംഗ്വേജിലും സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലുമായിരുന്നു ഇവർ എഴുതിയിരുന്നത്. ഇനി ഫയർ സൈഡ് പോയറ്റ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ HW ലോങ്ഫെല്ലോ,
അദ്ദേഹം അമേരിക്കയിലെ 19th സെഞ്ച്വറി പോയറ്റാണ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള റിതത്തിലും റെഗുലർ ആയിട്ടുള്ള റൈമിലും മ്യൂസിക്കൽ ലാംഗ്വേജിലും ഒക്കെയാണ്, റൊമാൻറ്റിക് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസിലൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ വരുന്നത്. അപ്പോൾ അദ്ദേഹം ഫോക്ക് ടെയിലിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഈ നാടോടി കഥകളുടെ ആ ഒരു ഫോർമാറ്റിൽ അല്ലെങ്കിൽ ലെജൻഡറി ഹീറോസിൻ്റെയൊക്കെ സ്റ്റോറീസ് പോലെയൊക്കെയാണ് അദ്ദേഹം കവിതകൾ പറഞ്ഞു പോയേക്കുന്നത്. പേട്രിയോട്ടിസം, ഹീറോയിസം, ഹിസ്റ്ററി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഹോപ്പ്, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ കവിതകളിനകത്ത് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മറ്റു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ഇവാഞ്ചലിൻ, പിന്നെ ദ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത്. നെക്സ്റ്റ് വരുന്നത് ജോൺ ഗ്രീൻലീഫ് വിറ്റിയർ, WHITTIER, ജോൺ ഗ്രീൻലീഫ് വിറ്റിയർ. അപ്പോൾ അദ്ദേഹവും ഒരു ഫയർ സൈഡ് പോയിട്ടാണ്. സിമ്പിൾ ലാംഗ്വേജിൽ റിലീജിയസ് സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്ത് സ്ലേവറിയെക്കുറിച്ചും ജസ്റ്റിസിനെ കുറിച്ചും ഡൊമസ്റ്റിക് ലൈഫിനെ കുറിച്ചും ഒക്കെ ആയിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. സ്ലേവറി അബോളിഷ് ചെയ്യണമെന്നും നിർത്തലാക്കണമെന്നും ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചും ഫാമിലിയെക്കുറിച്ചും ഒക്കെയാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത്. മേജർ വർക്ക്സ് എന്ന് പറയുന്നത് സ്നോ ബൗണ്ട്. പിന്നെ വരുന്ന റൈറ്റർ എന്ന് പറയുന്നത് ഒലിവർ വെൻഡൽ ഹോംസ് സീനിയർ. റൈറ്റിംഗ് സ്റ്റൈല് വിറ്റി ആയിട്ടുള്ള റൈറ്റിംഗ് ആണ്, ഹ്യൂമറസ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് ഉണ്ട്, പേട്രിയോട്ടിസത്തിനെ കുറിച്ചുണ്ട്, ഭയങ്കര കോൺവേഴ്സേഷണൽ ആയിട്ടുള്ള സ്റ്റൈലിലാണ് ഇദ്ദേഹം എഴുതുന്നത്. പിന്നെ വരുന്നത് ജെയിംസ് റസൽ ലോവൽ എന്നുള്ളൊരു റൈറ്ററാണ്. പൊളിറ്റിക്സിനെ കുറിച്ചും ഉള്ള കമൻട്രി പോലെയും ഫോർമൽ ആയിട്ടുള്ള രീതിയിലാണ് ഇദ്ദേഹം കവിതകൾ എഴുതിക്കൊണ്ടിരുന്നത്. സോ ഇവരെല്ലാം എന്ത് ടൈപ്പ് പോയിറ്റ്സ് ആണ്? ഫയർ സൈഡ് പോയിറ്റ്സ് ആണ്. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇമേജിസം എന്താണെന്നുള്ളതാണ്. ഇമേജിസം എന്ന് പറയുന്നത് മോഡേണിസ്റ്റ് പോയട്രിയിലെ ഒരു ഏർലിയസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ മൂവ്മെൻ്റ് ആണ്. ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമാണ് ഇത് എമേർജ് ചെയ്തത് 20th സെഞ്ച്വറിയിൽ ആ ഒരു സമയത്തായിരുന്നു. അതായത് ഈ വിക്ടോറിയൻ റൊമാൻറ്റിക് പോയട്രിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ഓർണമെൻറ്റേഷൻ അല്ലെങ്കിൽ സെൻറ്റിമെൻ്റലിസത്തിനെതിരെയൊക്കെ കൊണ്ടുവന്ന ഒരു കൈൻഡ് ഓഫ് റൈറ്റിംഗ് സ്റ്റൈലാണ് എന്തെന്ന് പറയുന്നത് ഇമേജിസം എന്ന് പറയുന്നത്. അതായത് ഈ ഇമേജിസ്റ്റ് പോയറ്റുകൾ ബിലീവ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ കവിത എഴുതുമ്പോൾ വളരെ ക്ലിയർ ആയിട്ടും വളരെ പ്രിസൈസ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ എഴുതാൻ, സിമ്പിൾ ലാംഗ്വേജിലും. ഈ ആവശ്യമില്ലാത്ത റൈമും മീറ്ററും ഒന്നും വേണ്ട. ഇല്ല, അപ്പം അതൊക്കെയായിരുന്നു ഇവരുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്നത് എസ്രാ പൗണ്ട് എന്നുള്ള റൈറ്ററാണ് അല്ലെങ്കിൽ പോയറ്റാണ്. സോ അതായത് ഭയങ്കര ചുരുങ്ങിയ വാക്കുകളിൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോവുക. അപ്പോൾ ലാംഗ്വേജ് ആണെങ്കിലും വേർഡ്സ് ആണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം, പക്ഷേ കുറച്ച് വേർഡ്സുകൾ മതി. ഇത് ശരിക്കും പറഞ്ഞാൽ ജാപ്പനീസ് പോയറ്റിക്കൽ ഫോമായിട്ടുള്ള ഹൈക്കു കവിതകളിൽ നിന്ന് ഇൻസ്പിറേഷൻ വന്ന് കൊണ്ടുവന്ന ഒരു പോമാണ്, അല്ലെങ്കിൽ പോയറ്റിക് സ്റ്റൈലാണ് ഇമേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈക്കു കവിതകൾ എന്ന് പറയുമ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ള കവിതകളാണ്. ജാപ്പനീസ് ഫോം ഓഫ് പോയട്രിയാണ് ഹൈക്കു കവിതകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈക്കു പോംസ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ളൊരു ഫോം ഓഫ് പോയറ്റിക്കൽ റൈറ്റിംഗ് ആണ് എന്തെന്ന് പറയുന്നത് ഇമേജസ് എന്ന് പറയുന്നത്. അതായത് സബ്ജക്റ്റിനെ ഡയറക്റ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യും. എന്തിനെക്കുറിച്ചാണോ എഴുതാൻ പോകുന്നത് അതിനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യും. ഒരു റൗണ്ട് അബൌട്ട് വെയിലൊന്നും ആയിരിക്കത്തില്ല പറയുന്നത്. വളരെ എന്താ പറയുക, കോൺക്രീറ്റ് ആയിട്ടുള്ള ഇമേജ് വെച്ചിട്ട് അങ്ങ് പറഞ്ഞു പോവും. വേർഡ്സ് ഒക്കെ വളരെ കുറവായിരിക്കും, ഫ്രീ വേർഡ്സിലായിരിക്കും എഴുതുന്നത്. മ്യൂസിക്കൽ റിതം കാണും. പിന്നെന്താണ്, വളരെ പ്രിസൈസ് ആയിട്ടും ക്ലാരിറ്റിയോട് കൂടിയായിരിക്കും എഴുതുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇമേജസത്തിനകത്തുള്ള റൈറ്റേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്രാ പൗണ്ടാണ്. എസ്രാ പൗണ്ടിനെ വിളിക്കുന്നത് ഇമേജസത്തിൻ്റെ ഫൗണ്ടർ അല്ലെങ്കിൽ സ്പോക്സ് മാൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എസ്രാ പൗണ്ടിൻ്റെ പോയട്രി അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ പോയട്രിക്കകത്ത് ഈ സൂപ്പർ ഫ്ലൂവസ് ആയിട്ടുള്ള വേർഡ്സുകളൊന്നും വേണ്ട, ആവശ്യമില്ലാത്ത ലെങ്തി ഡിസ്ക്രിപ്ഷൻസ് ഒന്നും വേണ്ട, എന്താണോ സിമ്പിളായിട്ട് പറഞ്ഞങ്ങ് പോവുക. പിന്നെ അദ്ദേഹത്തിൻ്റെ തീമെന്ന് പറയുന്നത് ആർട്ടിനെക്കുറിച്ച്, ടൈമിനെക്കുറിച്ച്, മെമ്മറിയെക്കുറിച്ച്, ഓർഡിനറി ലൈഫിൻ്റെ ബ്യൂട്ടിയെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം എഴുതി പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഇമേജിസ്റ്റ് പോം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറയുന്നത് ഇൻ എ സ്റ്റേഷൻ ഓഫ് ദി മെട്രോ എന്നുള്ള കവിതയാണ് കേട്ടോ. ഇനി അടുത്തത് നെക്സ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത് ഏമി ലോവലാണ്. എസ്രാ പൗണ്ട് കഴിഞ്ഞിട്ട് ഏമി ലോവലായിരുന്നു പിന്നെ ഇതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഏമി ലോവലിനകത്ത് അവരുടെ വർക്കിനകത്തും അവർ ഫ്രീ വേർഡ്സും കോൺവെർസേഷണൽ ലാംഗ്വേജിലും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതി പോയേക്കുന്നത്. മേജർ തീം എന്ന് പറയുന്ന ലവ്, നേച്ചർ, ഹ്യൂമൻ ഇമോഷൻസ് ഒക്കെയാണ്. ഇവരുടെ വർക്ക് എന്ന് പറയുന്നത് വാട്ട് ഇസ് ഓ ക്ലോക്ക് എന്നുള്ളൊരു വർക്ക് എഴുതിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹാർലം റെനസൻസ് ആണ്. ഹാർലം റെനസൻസ് എന്ന് പറയുന്നത് ന്യൂയോർക്കിൽ 1920s ഹാർലം എന്നുള്ള സ്ഥലത്ത് തുടങ്ങി വെച്ച ഒരു കൾച്ചറൽ, ആർട്ടിസ്റ്റിക് അല്ലെങ്കിൽ ലിറ്റററി മൂവ്മെൻ്റ് ആണ്. അത് ഈ തൗസൻഡ്സ് ഓഫ് ആഫ്രിക്കൻ അമേരിക്കൻസ് സൗത്തിൽ നിന്ന് നോർത്തേൺ സിറ്റിയിലോട്ട് ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി മൈഗ്രേറ്റ് ചെയ്തു. അപ്പോൾ അതിനെയാണ് നമ്മൾ ഗ്രേറ്റ് മൈഗ്രേഷൻ എന്ന് വിളിക്കുന്നത്.
സോ അപ്പോൾ ആ പോപ്പുലേഷൻ കൂടി. അപ്പോൾ എന്ത് പറ്റും, ആഫ്രിക്കൻ അമേരിക്കൻസും ഒക്കെ ഒരുപാട് ബ്ലാക്ക് ഐഡൻറ്റിറ്റിയിൽ പെട്ട ആളുകളൊക്കെ ഒരുപാട് ആ സ്ഥലത്തോട്ട് സൗത്തിലോട്ട് വന്നു. അവരൊരുപാട് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യാൻ തുടങ്ങി. വൈറ്റും ബ്ലാക്കും തമ്മിൽ അടിയാവാൻ തുടങ്ങി. അതായത് ആഫ്രിക്കൻ അമേരിക്കൻസും അവിടെയുള്ള യഥാർത്ഥ അമേരിക്കൻസും തമ്മിൽ, വൈറ്റ് അമേരിക്കൻസിലും തമ്മിൽ വഴക്കുണ്ടാവാൻ തുടങ്ങി. അപ്പോൾ ഈ മൂവ്മെൻറ്റ് എന്തിനാ വേണ്ടി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൗത്ത് അമേരിക്കയിലോട്ട് വന്നപ്പോൾ റൂറൽ സൗത്തിൽ നിന്ന് നോർത്തേൺ സിറ്റീസിലോട്ട് ഈ ആഫ്രിക്കൻ അമേരിക്കൻ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ വന്നപ്പോഴത്തേക്കും അവരുടെ ഐഡൻറ്റിറ്റിക്കും കൾച്ചറിനും ഹിസ്റ്ററിക്കും ഒരു വിലയില്ലാതാക്കി കളഞ്ഞു ആളുകൾ. സോ അവരുടെ ബ്ലാക്ക് ഐഡൻറ്റിറ്റിയും കൾച്ചറിനെയും ഹിസ്റ്ററിയെയും മ്യൂസിക്കിനെയും ലിറ്ററേച്ചറിനെയും ഒക്കെ ഒന്ന് എന്ത് ചെയ്യാനാണ്, സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നൊരു മൂവ്മെൻറ്റാണ് ഹാർലം റെനസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ബ്ലാക്ക് ഐഡൻറ്റിറ്റിയെ സെലിബ്രേറ്റ് ചെയ്യുക, ആഫ്രിക്കൻ ഹെറിറ്റേജിനെ സെലിബ്രേറ്റ് ചെയ്യുക, റേസിസത്തിനെതിരെയും ഡിസ്ക്രിമിനേഷനെതിരെയും പോരാടുക, പിന്നെന്താണ്, ബ്ലാക്ക് ലൈഫിനെ എവരുടെ ആ ഒരു എക്സ്പ്ലോറേഷൻ കാണിക്കുക, ഇക്വാളിറ്റി, സോഷ്യൽ ജസ്റ്റിസ് കൊണ്ടുവരിക. ഇതിനു വേണ്ടിയായിരുന്നു. സോ ഇതിനകത്ത് ഹാർലം റെനസൻസിനകത്ത് വരുന്ന മേജർ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ലാങ്സ്റ്റൺ ഹ്യൂസ് ആണ്. ലാങ്സ്റ്റൺ ഹ്യൂസിനെ വിളിക്കുന്നത് പോയറ്റ് ലോറേറ്റ് ഓഫ് ബ്ലാക്ക് അമേരിക്ക എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോയിട്രി വളരെ സിമ്പിൾ ആൻഡ് റിതമിക്കാണ്. പിന്നെന്താണ്, എവരുടെ ലാംഗ്വേജിൽ ഓർഡിനറി പീപ്പിളിനെ കുറിച്ചാണ് എഴുതിയിരുന്നത്. റേഷ്യൽ ഇക്വാളിറ്റിയെക്കുറിച്ചും ആഫ്രിക്കൻ അമേരിക്കൻ ഐഡൻറ്റിറ്റിയെക്കുറിച്ചും ഒക്കെയാണ് അദ്ദേഹം എഴുതിയിരുന്നത്. സോ ഇദ്ദേഹത്തിൻ്റെ ഒരു കവിതയുടെ പേരും ഹാർലം എന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത് ക്ലോഡ് മെക്കേ ആണ്. MCKAY, ക്ലോഡ് മെക്കേ. അദ്ദേഹവും ഹാർലം റെനസൻസ് പോയട്രിയിൽ, അതായത് ഒരു പോയറ്റായിരുന്നു. ട്രഡീഷണൽ രീതിയിൽ സോണറ്റിൻ്റെയൊക്കെ രൂപത്തിൽ, അതായത് സോണറ്റ് എന്ന് വെച്ചാൽ എന്താണ്, 14 വരി കവിത, അങ്ങനത്തുള്ള രൂപത്തിലൊക്കെയാണ് ഇദ്ദേഹം പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ എഴുതിയിരുന്നത്. ഈ റേഷ്യൽ ഇൻജസ്റ്റിസിനെ കുറിച്ചും റേഷ്യൽ ഡിസ്ക്രിമിനേഷനെ കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിരുന്നു. വളരെ പാഷനേറ്റ് ആയിട്ടുള്ള രീതിയിലും ഇമോഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ കവിതകൾ വരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്നുള്ളൊരു വർക്കുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോറ നീൽ ഹേഴ്സ്റ്റൺ എന്നുള്ളൊരു റൈറ്ററാണ്. അദ്ദേഹം ആഫ്രിക്കൻ അമേരിക്കൻ ഡയലക്റ്റിലാണ് അവർ എഴുതിയിരുന്നത്. ആഫ്രിക്കൻ അമേരിക്കൻ ഫോക്ലോറിനെ കുറിച്ചും ഒക്കെ ആ ഒരു റിയലിസ്റ്റിക്കലായിട്ടുള്ള ലാംഗ്വേജിലാണ് ഇവർ പ്രസൻറ്റ് ചെയ്തിരുന്നത്. അതായത് ഈ ബ്ലാക്ക് കമ്മ്യൂണിറ്റീസ് അമേരിക്കൻ സൗത്തിൽ എങ്ങനെയാണോ സംസാരിച്ചിരുന്നത് ആ സ്പീച്ച് പാറ്റേണിലും ലാംഗ്വേജിലും വെച്ചിട്ടാണ് ഇവർ എഴുതിയിരുന്നത്. ഓക്കെ, ഫോക്ലോർ, വിമൻസ് ഇൻഡിപെൻഡൻസ്, ഇതൊരു ഫീമെയിൽ റൈറ്ററാണ്. അപ്പം വിമൻസ് ഇൻഡിപെൻഡൻസ്, ഐഡൻറ്റിറ്റി, ലവ്, ഫോക്ലോർ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇവർ എഴുതിയിരുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് എന്താണ്, ദെയർ ഐസ് വെയർ വാച്ചിങ് ഗോഡ്. പിന്നെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കൺഫെഷണൽ പോയട്രിയാണ്. കൺഫെഷണൽ പോയട്രി എന്ന് പറയുന്നത്, കൺഫെഷണൽ പോയട്രിക്കകത്ത് അമേരിക്കയിലെ 1950s ഇത് എമേർജ് ചെയ്തത്. മോഡേണിസ്റ്റ് പോയട്രിക്കെതിരെയാണ് ഇത് കൺഫെഷണൽ പോയട്രി വന്നത്. അപ്പോൾ അതായത് ഈ കൺഫെഷണൽ പോയറ്റ്സ് കൂടുതലും ചെയ്തിരുന്നതെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, മെൻ്റൽ ഇൽനെസ്, ഫാമിലി കോൺഫ്ലിക്റ്റ്, അവരുടെ പെയിൻ, ട്രോമ, ഡിവോഴ്സ്, അഡിക്ഷൻ, ഡെത്തിനെ കുറിച്ചുള്ള ഇവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് അവർ കൺഫെഷണൽ പോയട്രിക്കകത്ത് റിവീൽ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഈ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് പോയട്രിക്കകത്ത് തന്നെ ഓട്ടോബയോഗ്രഫിക്കൽ എലിമെൻറ്റ്സ് വരും. സ്വന്തം എക്സ്പീരിയൻസ് ആണ് എഴുതുന്നത് എന്നുള്ളത് കൊണ്ട് ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള പോംസ് ആയിരിക്കും കൂടുതൽ നമുക്ക് കൺഫെഷണൽ പോയട്രിക്കകത്ത് വരുന്നത്. സോ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ആയിരിക്കും. പോയിറ്റ് അദ്ദേഹത്തിൻ്റെ തന്നെ എക്സ്പീരിയൻസിനെ കുറിച്ചായിരിക്കും എഴുതുന്നത്. പേഴ്സണൽ ആൻഡ് ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ് ആയിരിക്കും സബ്ജക്റ്റ് മാറ്ററായിട്ട് വരുന്നത്. ഒരു ഓണസ്റ്റി കാണാൻ സാധിക്കും നമുക്ക്. മെൻ്റൽ ഇൽനെസ്സിനെ കുറിച്ചുമാണ് കൂടുതൽ പോയിറ്റ്സ് എഴുതുന്നത്. ഫാമിലി റിലേഷൻഷിപ്സിനെ കുറിച്ചും, അമ്മയായിട്ടും അച്ഛനുമായിട്ടും അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ടും വൈഫുമായിട്ടുള്ള കുറേ റിലേഷൻസിനെ കുറിച്ചും ഒക്കെയാണ് അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഡെത്ത് ആൻഡ് മോർട്ടാലിറ്റിയാണ് പിന്നെ വരുന്ന ഒരു തീം എന്ന് പറയുന്നത്. ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺഫെഷണൽ പോയറ്റ് എന്ന് പറയുമ്പോൾ സിൽവിയ പ്ലാത്ത് ആണ്. സിൽവിയ പ്ലാത്തിനെ നമ്മൾ ഒരു മോസ്റ്റ് സെലിബ്രേറ്റഡ് ആയിട്ടുള്ളൊരു കൺഫെഷണൽ പോയറ്റായിട്ടാണ് കാണുന്നത്. വളരെ ഇൻറ്റൻസ് ആയിട്ട്, ഇമോഷണലായിട്ടും ഡ്രമാറ്റിക് ആയിട്ടും എഴുതുന്നതാണ് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. മെറ്റഫേഴ്സും ഇമേജസും ഒക്കെ യൂസ് ചെയ്ത് സൈക്കോളജിക്കലായിട്ടുള്ളൊരു സഫറിങ്ങിനെ അവർ പല ഇമേജിലൂടെ കാണിക്കുന്നു. ഭയങ്കര ഇമോഷണലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ലാംഗ്വേജിലാണ് ഇവർ എഴുതുന്നത്. സോ ഡെത്ത്, ഡിപ്രഷൻ, ഐഡൻറ്റിറ്റി, ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പ് ഒക്കെയാണ് വരുന്നത്. ഫീമെയിൽ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ ഇവർ എഴുതാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഹസ്ബൻഡ്, അച്ഛൻ, അമ്മ ആയിട്ടുള്ള റിലേഷൻസിനെ കുറിച്ചൊക്കെ കൺഫെഷണൽ പോയട്രിക്കകത്ത് വരാറുണ്ട്. സോ ഈ സിൽവിയ പ്ലാത്തിൻ്റെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺഫെഷണൽ പോമാണ് ഡാഡി എന്ന് പറയുന്നത്. അവരുടെ അച്ഛനുമായിട്ടൊരു റിലേഷനെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് അവരുടെ ഒരു നോവലുണ്ട്, ബെൽജാർ എന്നാണ്, ദ ബെൽജാർ. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. നെക്സ്റ്റ് വരുന്ന റൈറ്റർ എന്ന് പറയുന്നത് ഇതിനകത്ത് റോബർട്ട് ലോവലാണ്. അദ്ദേഹത്തിനെ കൺഫെഷണൽ പോയട്രിയുടെ ഫൗണ്ടർ ഫിഗറായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്.
അതായത് പേഴ്സണൽ കോണ്ടന്റ്, ലാംഗ്വേജ് വളരെ ഡയറക്റ്റായിട്ട് എഴുതുന്നുണ്ട് അദ്ദേഹം. ഫാമിലി ഹിസ്റ്ററി, മെൻ്റൽ ഇൽനെസ്, മെമ്മറി, റിലീജിയൻ, അമേരിക്കൻ സൊസൈറ്റി, ഇതിനെക്കുറിച്ചൊക്കെയാണ് എഴുതുന്നത്. റോബർട്ട് ലോവലിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റഡീസാണ്. പിന്നെ വരുന്നത് ആൻ സെക്സ്റ്റൺ ആണ്. ആൻ സെക്സ്റ്റണിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് വെച്ചാൽ വളരെ ഫ്രാങ്ക് ആയിട്ടും കോൺവെർസേഷണൽ രീതിയിലും ഇമോഷണൽ ആയിട്ടുമാണ് ഇവർ എഴുതുന്നത്. ഈ ടാബു ടോപ്പിക്സിനെ കുറിച്ചാണ് ഇവർ കൂടുതൽ എഴുതുന്നത്. ടാബു ടോപ്പിക്സ് എന്ന് വെച്ചാൽ നമ്മൾ പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളുള്ള അങ്ങനത്തുള്ള മെൻസ്ട്രേഷനെ കുറിച്ച്, ഇങ്ങനെയുള്ള ടോപ്പിക്സിനെ കുറിച്ചാണ് ഇവർ, ഫീമെയിൽ സെക്ഷുവാലിറ്റിയെ കുറിച്ചൊക്കെയാണ് ഇവർ കൂടുതലും എഴുതുന്നത്. മദർഹുഡ്, സൂയിസൈഡിനെ കുറിച്ചൊക്കെ. അപ്പം പിന്നെ ഇവരുടെ മേജർ വർക്ക് എന്ന് പറയുന്നത് ലിവ് ഓർ ഡൈ വരുന്നുണ്ട്, ട്രാൻസ്ഫോർമേഷൻസ് എന്നും വരുന്നുണ്ട്. നെക്സ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത് ഒരു ജോൺ ബെറിമാൻ എന്ന് പറഞ്ഞൊരു റൈറ്ററും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോയട്രി എന്ന് പറയുന്നത് കൺഫെഷണൽ പോയട്രിനകത്ത് വരുന്നതാണ്. അദ്ദേഹം ഭയങ്കര എക്സ്പെരിമെൻ്റലായിട്ടും എഴുതുന്ന ഒരാളാണ്. അദ്ദേഹം എഴുതുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഓൾട്ടർ ഈഗോ, ഒരു ക്യാരക്ടർ ഇദ്ദേഹത്തിന് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഹെൻറി എന്നും പറഞ്ഞ്. സോ ആ ഒരു ക്യാരക്ടറിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓൾട്ടർ ഈഗോയിലൂടെയാണ് അദ്ദേഹം കവിതകളൊക്കെ എഴുതുന്നത്, ഒരു ഫിക്ഷണൽ ക്യാരക്ടറിൻ്റെ പോലെ. ഐഡൻറ്റിറ്റി, ലോൺലിനെസ്, ഡെത്ത്, ആൽക്കഹോളിസം, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം എഴുതുന്നത്. ഡ്രീം സോങ്സ്, ദ ഡ്രീം സോങ്സ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു മേജർ വർക്ക് എന്ന് പറയുന്നത്. സോ കൺഫെഷണൽ പോയട്രി എന്ന് പറയുമ്പോൾ ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ് പ്ലസ് ഡ്രമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്യുന്നു. അതാണ് കൺഫെഷണൽ പോയട്രി എന്ന് പറയുന്നത്. സോ നമ്മുടെ മൊഡ്യൂൾ 1-നകത്തുള്ള ഓൾമോസ്റ്റ്, അതായത് എല്ലാ ടോപ്പിക്സും ഞാൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അലോങ് വിത്ത് ദി വർക്ക്സും അലോങ് വിത്ത് ദി റൈറ്റേഴ്സും. അപ്പോൾ നോട്ട്സ് വേണം എന്നുള്ളവർ മെയിൽ അയയ്ക്കുക.